സമ്യഗാലോകനാത് സത്യാത് വാസന പ്രവിലീയതേ. നമ്മുടെ കയ്യിലുള്ള വാസന മുഴുവനും പ്രവിലീയതേ, ലയം പ്രാപിക്കും. സത്യം ആവർത്തിച്ച് കാണൂ. അതാണല്ലോ മുമ്പ് പറഞ്ഞത്, തദ്ബുദ്ധയഃ തദാത്മാനഃ തന്നിഷ്ഠാഃ തത്പരായണാഃ ഗച്ഛന്ത്യ പുനരാവൃത്തിം ജ്ഞാനനിർധൂതകൽമഷാഃ. അതിനെ തന്നെ ഉണർന്ന് മനസ്സിലാക്കി ആലോചിച്ചു കൊണ്ടിരുന്ന് അതോടുകൂടി താതാത്മ്യം പ്രാപിച്ച് വരിച്ച് അത് നിലനിർത്തി അത് മാത്രം നിഷ്ഠയായി കരുതി, അതുകൂടാതെ ഒരു മാലയില്ല, ഒരു ജപമില്ല, ഒരു പോക്കില്ല, ഒരു വരവില്ല, ഒരു വ്രതമില്ല. എന്താ കാരണം? എപ്പോൾ നോക്കിയാലും ഭഗവന്മയം. ആര്? എന്ത്? നമ്മുടെ മനസ്സ് ഭഗവൻ മയമായി തീർന്നു. അപ്പൊ കാണുന്നതൊക്കെ ഭഗവൻ മയമായി. മനസ്സാണ് ഇവിടെ മയമാവുന്നത്. അപ്പൊ കാണുന്നത് മുഴുവൻ മയമാവും. തദ്ബുദ്ധയസ്തദാത്മാനഃ തന്നിഷ്ഠാഃ തത്പരായണാഃ. അത് മാത്രമേ നമുക്ക് ആശ്രയമായിട്ടുള്ളൂ, പരായണമായിട്ടുള്ളൂ. ഗച്ഛന്ത്യ പുനരാവൃത്തിം. അങ്ങനെ വന്നാൽ രണ്ടാമത് ജനിക്കുന്ന ഒരു ചോദ്യമില്ല. ജ്ഞാന നിർധൂത കൽമഷാഃ. ഇതാണ് സമ്യഗാലോകനാത് സത്യാത്. ആ അറിവ് കൊണ്ട് എല്ലാ വിധത്തിലുള്ള കൽമഷങ്ങളും മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോവും. ഇതാണ് സമ്യക് ആലോകനാത് സത്യാത് എന്നുള്ള വാക്കുകൊണ്ട് വസിഷ്ഠൻ ഉദ്ദേശിക്കുന്നത്. സത്യത്തെ ആവർത്തിച്ച് കാണൂ എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ചിന്തിക്കൂ, ബുദ്ധി കൊണ്ട് ആലോചിക്കൂ, ഹൃദയം കൊണ്ട് ഉണരൂ. ഈ സിദ്ധികൾ എങ്ങനെ കൈവരിക്കാം എന്നുള്ളതിന് പ്രത്യേകവും വിശേഷവുമായ ഓരോരോ ധ്യാനം കൃഷ്ണൻ വിവരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും, അല്ലെങ്കിൽ ശ്രദ്ധിച്ചോളൂ. എല്ലാറ്റിലും അദ്ദേഹം പറയുന്നത് ഭൂതസൂക്ഷ്മാത്മാവായി എന്നെ ധ്യാനിക്കണം എന്നാണ്. അപ്പം എല്ലാറ്റിലും ഭഗവാൻ എന്നുള്ള ഒരു സങ്കല്പം നല്ല പോലെയുണ്ട്. ആ ഭഗവാൻ സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയുമായ ഭഗവാനെയാണ് ഓരോന്നായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പം അതിൽ ഭഗവാനോ മുൻപിൽ അതോ ധ്യാന വിഷയമോ മുമ്പിൽ? നിങ്ങൾ തന്നെ പറയും. അങ്ങനെ ഭഗവാനാണെങ്കിൽ ആ ഭഗവാനെ ധ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള ശക്തിക്ക് വേണ്ടി നിങ്ങൾ യാചിക്കണോ, പ്രയത്നിക്കണോ എന്നുള്ളത് സ്വയം ആലോചിക്കണം. അവിടെയാണ് വിശേഷം. ഭഗവാനെക്കുറിച്ച് ധ്യാനിക്കുന്ന സമയത്ത് ആ ഭഗവാനെക്കുറിച്ച് ഇന്ന സ്ഥലത്ത് ഇന്ന മാതിരി ധ്യാനിച്ചു ഇന്ന സിദ്ധി കിട്ടും എന്ന് പറയുമ്പോൾ അതിൻ്റെ ആവശ്യം എന്താ? ഭഗവാനെ കുറിച്ച് ധ്യാനിക്കുന്നത് ആ ഭഗവാനെ തന്നെ കിട്ടാൻ വേണ്ടി ആയിക്കോട്ടെ ആ ധ്യാനം. മറ്റുള്ള വസ്തുക്കളെ എന്തിനാ ഇടയിൽ കൊണ്ട് ചെലുത്തുന്നത്? അങ്ങനെ ഒരു വ്യർത്ഥത അതിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാലും മനുഷ്യൻ്റെ മനസ്സ് ആഗ്രഹങ്ങൾ വിട്ട് പിൻവാങ്ങാൻ എളുപ്പം കൂട്ടാക്കുന്നതല്ല. അപ്പം ആഗ്രഹത്തിന് ഒരു കൂറ് വെച്ച് കൊടുക്കുക, ഒരു വളം, അതുണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞ്. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. വിടൂ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിടാൻ സാധിക്കില്ല. അതുകൊണ്ട് 8 സിദ്ധികളെ പറ്റി പറഞ്ഞു. അത് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിർഗുണനായ എന്നെക്കുറിച്ച് ധ്യാനിച്ചു കഴിഞ്ഞാൽ ആഗ്രഹം എല്ലാം തന്നെ അസ്തമിച്ചു പോകുന്നു. എന്നിട്ട് ബാക്കിയുള്ളതിനെക്കുറിച്ച് 18ആണല്ലോ പറഞ്ഞത്, പിന്നെയുള്ളതിനെക്കുറിച്ച് പറയുകയാണ്. ശ്വേതദ്വീപപദൗ ചിത്തം ശുദ്ധേ ധർമ്മമയേ മയി ധാരയൻ ശ്വേതതാം യാതി ഷഡൂർമി രഹിതോ നരഃ. ശ്വേതദ്വീപപദൗ ചിത്തം ശുദ്ധേ ധർമ്മമയേ മയി. ശ്വേതദ്വീപവതി, ശുദ്ധമായിരിക്കുന്ന എന്നിൽ, അതായത് ശ്വേത നിറത്തിലുള്ള ഒരു ദ്വീപം, വെളുത്ത നിറത്തിലുള്ളതാ. ആ ദ്വീപിൻ്റെ അധിപതിയാണ് ഞാൻ എന്ന് വിചാരിച്ച് മനസ്സിനെ ആ വെളുത്ത ദ്വീപിലിങ്ങനെ പ്രയോഗിച്ചുകൊണ്ട് പതിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് ഇരുന്നാൽ ധാരയൻ ശ്വേതതാം യാതി. ആ ധാരണാശക്തി കൊണ്ട് മുമ്പ് പറഞ്ഞത് തന്നെ, ആദ്യം ഈ ഒരു ഭാവന മനസ്സിൽ കൊണ്ടുവരിക. ആ ഭാവനയിൽ മനസ്സിനെ ആവേശിപ്പിച്ച് നിർത്തുക. ആ നിർത്തുന്നത് പെട്ടെന്ന് സാധിച്ചു എന്ന് വരില്ല, നിമിഷങ്ങളോളം നിൽക്കില്ല. കുറേശ്ശെ കഴിഞ്ഞാൽ 1 മിനിറ്റോളമായി അങ്ങനെ വർദ്ധിച്ചു വന്ന് അതിലൊരു പൂർണ്ണമായ താതാത്മ്യം വന്നു എന്നുണ്ടെങ്കിൽ മനസ്സിന് പരിപൂർണ ശുദ്ധി ആർജിക്കും. എന്നിട്ടോ ഷഡൂർമിരഹിതോ നരഹ. എന്താണ് ഈ ഷഡൂർമിരഹിതോ നരഹ എന്ന് പറഞ്ഞാൽ? വിശപ്പ്, ദാഹം, ശോകം, മോഹം, ജര, മരണം, ഇത് 6 എല്ലാവർക്കും ഉള്ളതാ. അമ്മ പെറ്റ ശരീരവും വെച്ച് ജീവിക്കുന്ന സമയത്ത് ഈ 6 കൂട്ടം നമുക്കുണ്ടാവും. ഇത് 6 അലകളോ തിരകളോ ആണ് എന്ന് പറയുകയാണ്. അപ്പം ആ 6 ഇല്ലാതെയായിത്തീരും. ഇവിടെ ധ്യാനിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? വെളുപ്പ് നിറത്തിലുള്ള ഒരു ദ്വീപ്. പക്ഷേ പാൽക്കടലിലുള്ള മഹാവിഷ്ണുവിനെ കുറിച്ച് ധ്യാനിക്കുകയാണെങ്കിലോ എന്തായിരിക്കും സ്ഥിതി? ഞാൻ സ്വിറ്റ്സർലൻഡിലെ ഒരു പശു വളർത്ത് കേന്ദ്രത്തിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും.
പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് മനസ്സിലാവണമല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഒന്നും കൂടി പറയാമെന്ന് തോന്നിയത് ഇവിടെ പ്രസക്തമായതുകൊണ്ട്. അതിൽ ജനിക്കുന്ന കുട്ടികളൊക്കെ ഒരു ഡയറി ഫാമിൽ ഒക്കെ വെളുപ്പാണ്. പുള്ളിക്കുട്ടികളൊന്നുമില്ല. പുള്ളിക്കുട്ടികളുണ്ടായാൽ നോക്കുന്നവന് ഗ്രേസ് ചെയ്യുന്ന ആൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1-2 കൊല്ലം കാത്തതിന് ശേഷം അയാൾ എന്ത് ചെയ്തു, എന്താ ഇങ്ങനെ പ്രസവിക്കുന്ന കുട്ടികളൊക്കെ വെള്ളയാവണതെന്ന് നോക്കിയപ്പോൾ പശുക്കൾ കാണുന്നതൊക്കെ വെളുപ്പ് നിറ, ഒക്കെ വെളുത്ത പെയിൻ്റ് അടിച്ചിരിക്കുന്ന തൊഴുത്തിൽ, അതിലൊക്കെ ഓരോ വരയായിട്ട് കൊടുത്തു കളർ ലൈൻ. 1 കൊല്ലം കഴിയുമ്പോഴേക്കും കുട്ടികളുടെ നിറം മാറി തുടങ്ങി, പുള്ളിക്കുട്ടികളുണ്ടായി തുടങ്ങിയത്. ഇങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ ബാഹ്യവസ്തുക്കളെ കാണുമ്പോഴുള്ള പ്രതിഫലനം. അപ്പം നമ്മുടെ ധ്യാനം പാൽക്കടലായാൽ ആ പാലുപോലെ ആവും നമ്മുടെ മനസ്സ്. ആകാശത്തിനെ കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവൻ ആകാശ നിർമ്മലമാവും. അഗ്നിയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവൻ ആ അഗ്നിയുടെ ഉജ്ജ്വലത ദഹിപ്പിക്കാനുള്ള ശക്തി അത് കിട്ടും. ഇത് മനസ്സിൻ്റെ ഒരു വിശേഷപ്പെട്ട ഒരു സ്വഭാവമാണ്, ഒരു വിശേഷമാണത്. മയ്യാകാശാത്മനി പ്രാണേ മനസാ ഘോഷമുദ്വഹൻ തത്രോപലബ്ധാ ഭൂതാനാം ഹംസോ വാചഃ ശൃണോത്യസൗ. ആകാശാത്മനി പ്രാണേ മയി ഘോഷം മനസാ ഉദ്വഹൻ. എന്താ അവിടെ പറഞ്ഞത്? ആകാശാത്മനി പ്രാണേമയി, ആകാശത്തെ പോലെയാണ് ഞാൻ എന്ന് പറഞ്ഞ ആകാശാത്മാവായി ഭഗവാനെ ധ്യാനിക്കണം. അങ്ങനെ ധ്യാനിക്കുമ്പോൾ പ്രാണൻ എന്ന് പറഞ്ഞാൽ ചലനശക്തി. എവിടെ ചലനമുണ്ടോ അവിടെ ഒരു ശബ്ദം ഇല്ലാതെ കഴിയില്ല. എവിടെ പ്രാണൻ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നതാണ്. അത് എവിടെയാണ് സഞ്ചരിക്കുക? ഒരു മാധ്യമത്തിൽ. ആ മാധ്യമത്തിലൂടെ പ്രവഹിക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രതികരണം ഉണ്ടാവുന്നതാണ് ഘോഷം. അത് അതിസൂക്ഷ്മമായിരിക്കാം, എന്തെങ്കിലും ഒന്നും അവിടെ ഇല്ലാതെ കഴിയില്ല. അപ്പോൾ ഘോഷം മനസാ ഉദ്വഹൻ. അപ്പം ആകാശമാണ് എൻ്റെ നില എന്ന് വിചാരിച്ച് ആകാശാത്മാവായി എന്നെ ഭാവിച്ച് പ്രാണനിൽ എൻ്റെ മനസ്സിനെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അസൗ ഹംസഹ, നമ്മുടെ ജീവനുണ്ടല്ലോ അതിന് ഹംസം എന്നാണ് പേര്. തത്ര ഉപലബ്ധ ഭൂതാനാം വാചഃ ശൃണോതി. ഈ പ്രാണന് വ്യക്തിഗതമായിരിക്കുന്ന ഒരു സഞ്ചാരമുള്ളതുപോലെ ഈ ലോകം മുഴുവനും ഇതിന് വ്യഷ്ടി, മറ്റതിന് സമഷ്ടി എന്ന് പറയും. ഒന്ന് മൈക്രോ, പിന്നെ ഒന്ന് മാക്രോ. അപ്പോൾ ആ പ്രാണൻ്റെ സമഷ്ടി ഭാവത്തിലുള്ള ഘോഷത്തെ മനസ്സുകൊണ്ട്, ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മുറിയുടെ ഉള്ളിൽ വാതിലും ജനാലയും ഒക്കെ അടച്ചിട്ടിരിക്കുക. ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ വാതിലും ജനാലയൊക്കെ അടച്ചിട്ട് കഴിഞ്ഞാൽ ഇതിലിരിക്കാൻ പറ്റില്ലല്ലോ. അതിന് വേണ്ടിയിട്ടുള്ളൊരു എയർ കണ്ടീഷൻ ഇവിടെ ഉണ്ട്, ഒരു റെക്കോർഡിംഗ് റൂം എന്നുള്ള നിലയ്ക്ക് തൽക്കാലം അതിനു വേണ്ടി ഉപയോഗിക്കുക. ഞാൻ എപ്പോഴും ഒരു ഘോഷം ഇവിടെ കേൾക്കുന്നുണ്ട്. ആ ഘോഷത്തിന് ഒരു കാരണവും ഇവിടെ ഒന്നുമില്ല, ഒക്കെ അടച്ചിട്ടിരിക്കുക. നല്ല ശക്തമായിട്ടൊരു ഘോഷം ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. ഇതിനാണ് അനാഹത ധ്വനി എന്ന് പറയുക. ഈ ഘോഷം എവിടുന്നാണ് വരണത്? പുറമേ ഒരു വസ്തുക്കളിൽ നിന്ന് വരുന്നില്ല. അത് ഉള്ളിൽ നിന്ന് വരണമെന്ന് ചോദിച്ചാൽ എൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്നോ മാറിൻ്റെ ഉള്ളിൽ നിന്നോ വരുന്നതായിട്ടല്ല കേൾക്കുന്നത്, എവിടെയോ ഒരു സ്ഥലത്തിൽ നിന്ന്. ആദ്യമായിട്ട് എനിക്കിത് അനുഭവപ്പെട്ടത് കൽക്കട്ടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ്. നമ്മുടെ ഗുരുദേവൻ്റെ അടുത്ത് നിന്ന് ദീക്ഷ മേടിച്ച് തീവ്ര ധ്യാനം തുടങ്ങി. ഏതാണ്ട് 1 മാസമാകുമ്പോഴേക്ക് ഈ ശബ്ദം കേട്ടു തുടങ്ങി. അപ്പം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് 2ാമത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ്. അവിടുന്ന് പുറപ്പെട്ടു, എന്നിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നു നിന്നു. അപ്പോഴും ഉണ്ട് ശബ്ദം. അവിടുന്ന് അങ്ങോട്ട് 2nd ഫ്ലോറിൽ ചെന്നു, അവിടെയുണ്ട് ശബ്ദം. സർവ്വദിക്കുന്ന ഈ ശബ്ദമുണ്ട്. ഇടയ്ക്ക് കൂടും, ഇടയ്ക്ക് കുറയും. അതിനെ ചിത്രീകരിക്കാൻ എനിക്ക് പറ്റൂല. ഏതുപോലെയാണ്? ഒരു തരത്തിൽ ഈ ചെറിയ വണ്ടുള്ളത് ചിലയ്ക്കുന്ന പോലെയാണെന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ ശരിയാവില്ല, മണ്ണട്ടെ പോലെയൊക്കെ എന്ന്. അങ്ങനെ ഒരു ശബ്ദം. ഈ ശബ്ദം എവിടുന്നാണ് നമ്മൾ കേൾക്കുന്നത്? പലപ്പോഴും ഞങ്ങളും സ്വാമിജിയും കൂടി ഇവിടെ അദ്ദേഹവും കേൾക്കുന്നുണ്ടത്. അപ്പം ഞങ്ങൾ സംശയിക്കുക, പറയുകയാണ്, നമ്മുടെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നുണ്ടല്ലോ, ആ സഞ്ചരിക്കുന്നതിന് വലിയ ശക്തിയാണ്. ഞാൻ നിങ്ങളോട് ഇതിന് മുമ്പ് പറഞ്ഞു കാണും. ഒരു ഹാർട്ട് ഓപ്പറേഷൻ കടത്തിക്കൊണ്ടിരുന്നപ്പോൾ തെറ്റിയിട്ടൊരു ആർട്ടറി അങ്ങോട്ട് മുറിഞ്ഞു, തട്ടുവരെ ഉയർന്നു അത്ര രക്തം. അത്ര ശക്തിയാണ് ഹാർട്ടിന്. പമ്പ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും എത്തിക്കണമല്ലോ. എത്ര സൂക്ഷ്മ ഞരമ്പുകളും ധമനികളുമാണ് അവിടേക്കൊക്കെ എത്തേണ്ടത്. അതുമാതിരി നമ്മുടെ ലങ്സ് അത് പമ്പ് ചെയ്യുന്ന സമയത്ത് വായു എല്ലാ സ്ഥലത്തേക്കും എത്തണ്ടേ. അപ്പോൾ ഒന്ന് മറ്റൊന്നിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ടാവും. അപ്പോൾ ഈ സമഷ്ടി രൂപത്തിലുള്ള പ്രാണൻ എല്ലാറ്റിൻ്റെ ഉള്ളിലും പ്രസരിച്ച് ഇങ്ങനെ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ എത്രമാത്രം ശബ്ദം അതിന് വേണം. അപ്പം മനസ്സുകൊണ്ട് ഭാവന ചെയ്ത് എന്നെ പ്രാണരൂപത്തിൽ ആകാശാത്മാവായി പ്രാണനോട് ചേരുന്നതായ ഘോഷത്തെയും കൂടി മനസ്സുകൊണ്ട് അങ്ങനെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ആ ധ്യാനിക്കുന്നവൻ ഹംസമായി തീർന്ന് തത്ര ഉപലബ്ധ ഭൂതാനാം വാചഃ ശൃണോതി. ഈ ആകാശകോശത്തിൽ
എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ, ഏതുപോലെ ഇവിടെ ഭൂമിയിൽ ഇടിയുണ്ട്, പല വിധത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും നിലവിളിക്കും, കൂജനങ്ങളുണ്ട്. ഇതെല്ലാം എങ്ങനെയോ അതേമാതിരി ലോകത്തിലുള്ള മഹാകാശത്തിലുള്ള എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ സാധിക്കും. രണ്ട് കാര്യം. എന്ത്? ആകാശാത്മാവായി ഈശ്വരനെ ധ്യാനിക്കണം, കൂട്ടത്തിൽ പ്രാണന്റെ ശബ്ദവും അതും മനസ്സിൽ കൊണ്ടുവരണം. അങ്ങനെ ആയാൽ ലോകത്തിൽ നടക്കുന്ന ശബ്ദങ്ങൾ മുഴുവനും കേൾക്കാം. നമ്മുടെ ഭൂമിയിൽ ഇത്ര ശബ്ദമുണ്ടെങ്കിൽ ബാക്കിയുള്ള ഗോളങ്ങളിലും വേണ്ടേ സമാനമായിരിക്കുന്ന ശബ്ദങ്ങൾ? അത് മുഴുവനും ഇവിടെ ഇരുന്ന് കേൾക്കാൻ സാധിക്കും. എന്തു പറയുന്നു? മനസ്സിനെ ധ്യാനിക്കാനുള്ള വഴികൾ പറയുക. മനസ്സ് നിങ്ങളുടെ അല്ലേ? അതെ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ആക്കൂ. അതെപ്പോഴാ? നിങ്ങൾ ആവശ്യപ്പെടുന്നത് മനസ്സ് ചെയ്യാൻ പുറപ്പെടുമ്പോൾ, അനുസരിക്കുമ്പോൾ. ഈ വക സങ്കല്പങ്ങളും ഭാവനകളും കൃഷ്ണൻ തരുന്നു. അതിനെ കൈപ്പറ്റി വിശ്വാസപൂർവം ആ കാര്യങ്ങളിൽ മനസ്സിനെ അങ്ങോട്ട് ചെലുത്തൂ. ഈ സിദ്ധികൾ വന്നില്ലേ എന്നുള്ളതിരിക്കട്ടെ, നിങ്ങളുടെ മനസ്സിൻ്റെ മുകളിലൊരു നിയന്ത്രണം നിങ്ങൾക്ക് കിട്ടുമോ? ആ മനസ്സിനെ വേണ്ടതുപോലെ വിനിയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇപ്പം പറഞ്ഞാൽ കേൾക്കാത്ത മനസ്സ് അപ്പം പറഞ്ഞാൽ കേട്ടു തുടങ്ങുമല്ലോ. അതാണ് ഇതിലുള്ള നേട്ടം. സിദ്ധികൾ കിട്ടാതെ ഇരിക്കാം. മറുപടി എന്താവും? നിങ്ങൾ ധ്യാനിച്ചത് പോരാ, താതാത്മ്യം വന്നത് പോരാ, കുറേ കൂടി സമയം വേണം എന്നൊക്കെ പറയാം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന പരിവർത്തനമുണ്ടല്ലോ, അത് അസൂയാവഹമായ പരിവർത്തനമാണ്. ഇങ്ങനെയൊക്കെ മനസ്സുകൊണ്ട് വിചാരിക്കാൻ സാധിച്ചു. ആകാശാത്മാവാണ് ഭഗവാൻ, ആകാശാത്മാവാണ്. ഞാൻ വിചാരിക്കുന്നത് പോലെ ഒരു ബിംബമോ ചിത്രമോ പടമോ പത്മമോ അല്ല. ശംഖുചക്ര ഗദാ പത്മം അല്ല 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 അദ്ദേഹം സർവവ്യാപിയാണ്. അപ്പം ആ സർവവ്യാപി എന്ന് പറയുന്ന അളവ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു തുടങ്ങിയാൽ എൻ്റെ കൂട്ടരെ എന്താവും സ്ഥിതി? ശരീരമൊന്നും അവിടെ ഉണ്ടാവില്ല. നിങ്ങളിങ്ങനെ പരന്ന് വിശാലമായി അതിസൂക്ഷ്മമായി ചിന്തകളും വികാരങ്ങളും സംശയവും ഭ്രമവും ഒക്കെ അലിഞ്ഞ് അസ്തമിച്ചു പോകും. അങ്ങനെ ശുദ്ധ പരിമളമായിരിക്കുന്ന ഒരു മനസ്സ് കയ്യിൽ വന്നാൽ പിന്നെ സിദ്ധി നിങ്ങൾക്ക് വേണോ? ഒരിക്കലും വേണ്ടി വരില്ല. അതാണ് മുമ്പുണ്ടാവുക. സിദ്ധികളുടെ വരവ് പിന്നെയാവും. ചക്ഷുഹു ത്വഷ്ടരി സംയോജ്യ ത്വഷ്ടാരമപി ചക്ഷുഷി മാം തത്ര മനസാധ്യായൻ വിശ്വം പശ്യതി സൂക്ഷ്മദൃഗ്. എത്ര വിശേഷമായിട്ടുണ്ടെന്നറിയാം. ചക്ഷുഹു ത്വഷ്ടരി സംയോജ്യ ത്വഷ്ടാരമപി ചക്ഷുഷി. നമ്മുടെ കണ്ണിന് തെളിച്ചമോ പ്രകാശമോ നൽകുന്നത് സൂര്യനാണ്. സൂര്യപ്രകാശം ഉപയോഗിച്ച് നമ്മൾ വസ്തുക്കളെല്ലാമാണ് കാണുന്നത്. അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ നമ്മുടെ മനസ്സ് പതിയുന്നത് വസ്തുക്കളിലാണ്. സൂര്യനിൽ പതിയുന്നുണ്ടോ? ഇല്ലല്ലോ. അതെന്ത് മര്യാദയാണ്? അച്ഛനും അമ്മയും കൈച്ചെലവിനുള്ള പണം കുട്ടികൾക്ക് കൊടുക്കണം. ആ പണമൊക്കെ അവർ ചെലവ് ചെയ്യണം. ഇത് തരുന്ന അച്ഛനമ്മമാരെ പറ്റി സ്വല്പമെങ്കിലും അവരുടെ മനസ്സിൽ വിചാരമില്ല. അതുപോലെയാണ് നിങ്ങൾ പെരുമാറുന്നത്. സൂര്യപ്രകാശത്തിൽ എല്ലാം കാണണം. ദിവസത്തിൽ ഒരിക്കലൊന്നും ആലോചിക്കണ്ടേ, ഈ സൂര്യൻ്റെ പ്രകാശത്തിലാണല്ലോ നാം എല്ലാം കാണുന്നത്. അപ്പോൾ ഈ സൂര്യനോടൊരു സ്വല്പനേരം ഒരു കൂറ്, ഭഗവാനെ അങ്ങയുടെ വെളിച്ചത്തിലാണ് ഞങ്ങൾക്കിതൊക്കെ സാധിക്കുന്നത്. ഇങ്ങനെ ഞങ്ങളൊരു നികുതിയും തരണില്ല, ഒരു വാടകയും തരണില്ല, ഒന്നും ചോദിക്കണമില്ല. എന്നും ഞങ്ങളുടെ കണ്ണിന് വെളിച്ചമായി നിൽക്കുന്ന സൂര്യഭഗവാനെ, അങ്ങയോട് ഞങ്ങളുടെ കൃതാർത്ഥത സ്വല്പമെങ്കിലും രേഖപ്പെടുത്തട്ടെ എന്നൊരു ഭാവം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഞായറാഴ്ച സൂര്യ നമസ്കാരം ചെയ്ത് പഠിച്ചിട്ടുള്ള ആളാണ്. സൂര്യ നമസ്കാരം ഞായറാഴ്ച. അമ്മയായിരുന്നു അതിൻ്റെ പിന്നിൽ. സാധാരണ ക്ഷേത്രത്തിൽ പോയി തൊഴുതു വന്നാൽ പോരാ, ഞായറാഴ്ച ദിവസമെങ്കിലും സൂര്യൻ്റെ ദിവസമാണ്, രവിവാരം. അന്ന് സൂര്യനെ നമസ്കരിക്കണം എന്ന് പറയും. അത് 10, 100, 300, 500 നമസ്കരിച്ചിട്ടുണ്ട്. അപ്പം ആ സൂര്യനെ നമസ്കരിക്കുകയാണ്. ഇവിടെ അതല്ല. ഇവിടെ പറയുന്നത് വേറൊരു കാര്യമാണ്. സൂര്യനെ നോക്കി നമസ്കരിക്കുകയല്ല. ചക്ഷുഹു ത്വഷ്ടരി സംയോജ്യ. ആസനത്തിലിരിക്കുക, കണ്ണടയ്ക്കുക, ചമ്രം മടന്നിരിക്കുക, കൈ രണ്ടും കോർത്ത് മടിയിൽ വെച്ച് നിവർന്നിരുന്ന് മനസ്സിനെ ആ സൂര്യമണ്ഡലത്തിൽ ചേർക്കുക. സൂര്യൻ അങ്ങോട്ട് വന്ന് നിൽക്കട്ടെ, തലയുടെ ഉള്ളു സൂര്യനാവട്ടെ. ബാഹ്യസൂര്യനില്ലാതെ ആന്തരസൂര്യനിൽ നിന്ന് പ്രകാശകിരണങ്ങൾ ഉദ്ഭൂതമാകണം, ഉയരണം. ത്വഷ്ടാരമപി ചക്ഷുഷി. ആ സൂര്യനെ കണ്ണിലും, നമ്മുടെ കണ്ണിനെ സൂര്യനിലും സൂര്യനെ കണ്ണിലും പതിപ്പിച്ച് മാം തത്ര മനസാധ്യായൻ. ഒരൊറ്റടത്തും കൃഷ്ണൻ
അഹം മാം എന്നുള്ള വാക്ക് വിട്ട് കളഞ്ഞിട്ടില്ല. എന്നെ ആ ഇടയിൽ ധ്യാനിക്കണം. ഇത് രണ്ടും കൊണ്ടുവരുന്നത് എന്തിനാ? എന്നെ ധ്യാനിക്കാൻ. ആ എന്നെ ധ്യാനിക്കാനായിട്ട് ഒരു ആസനമോ ഒരു ഇരിപ്പിടമോ എന്നുള്ള നിലയ്ക്കാണ് ഇത് പറയുന്നത്. മാം തത്ര മനസാധ്യായൻ വിശ്വം പശ്യതി സൂക്ഷ്മദൃഗ്. ബാഹ്യ കണ്ണുകൊണ്ട് നിങ്ങൾ എന്ത് കാണും? പരിമിതമായ ലോകത്തെ കാണും. ആന്തരമായ കണ്ണുകൊണ്ടോ വിശ്വം മുഴുവനും കാണും. വിശ്വം പശ്യതി സൂക്ഷ്മദൃഗ്. സൂക്ഷ്മദൃഷ്ടി കൊണ്ടാണ് കാണുക, ഈ മാംസ കണ്ണുകൊണ്ടല്ല. അത് പോളെ അടഞ്ഞു, പുറത്ത് സൂര്യനില്ല, കാണുന്നില്ല. പക്ഷേ സൂര്യനെ കണ്ണിലും കണ്ണിൽ സൂര്യനെയും പതിപ്പിച്ച് രണ്ടും ഒന്നായി ഞാൻ അവിടെ ഉണ്ട് എന്ന് വന്നാൽ സൂക്ഷ്മ ദർശനം ലോകത്തിൽ മുഴുവനും സാധിക്കും. എല്ലാ ദിക്കുകളിലും എന്തൊക്കെയുണ്ടോ ആ വസ്തുക്കളെ മുഴുവൻ നിങ്ങൾക്ക് കാണാം. എല്ലാറ്റിലും ഞാനും ഉണ്ടാവും. ഇത് തന്നെയല്ലേ ഭഗവത്ഗീതയിൽ പറയുന്നത്? യോ മാം പശ്യതി സർവത്ര സർവം ച മഹി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സജമേ ന പ്രണശ്യതി. ഇത് തന്നെയല്ലേ അവിടെ പറയുന്നത്? എന്താ പറയുന്നത്? യോ മാം പശ്യതി സർവത്ര. ആരാണോ എന്നെ എല്ലായിടത്തും എല്ലാ പ്രകാരത്തിലും കാണുന്നത്, സർവം ച മഹി പശ്യതി, എല്ലാറ്റിനെയും എന്നിലും കാണുന്നത്, തസ്യാഹം ന പ്രണശ്യാമി, ആ ആൾക്ക് ഞാൻ ഒരിക്കലും നശിച്ചോ നഷ്ടപ്പെട്ടോ അകന്നോ ഇല്ലാതെയോ ആകുന്നില്ല. സജമേന പ്രണശ്യതി, ആ ആൾ ആ ഭക്തൻ എനിക്കും ഇല്ലാതെയാവുന്നില്ല, അകലുന്നില്ല. അതിന് വേറെ ഒരു രൂപത്തിൽ ഇവിടെ പറയുന്നു. ചക്ഷുസ്ത്വഷ്ടരി സംയോജ്യ ത്വഷ്ടാരമപി ചക്ഷുഷി മാം തത്ര മനസാധ്യായൻ വിശ്വം പശ്യതി സൂക്ഷ്മദൃഗ്. ഒരു സിദ്ധി രൂപത്തിലാണ് ഇവിടെ പ്രയോഗം. പക്ഷേ പോയിന്റ് എന്താ? എന്നെ നിങ്ങൾ കാണണം, നിങ്ങളുടെ മനസ്സ് എന്നിൽ പതിയണം, ഞാൻ വിട്ടുപോകരുത്, നിങ്ങൾ എന്നിൽ നിന്നും വിട്ടുപോകരുത്. ഇതാണ് നമുക്ക് ആവശ്യം. മനോമയി സുസംയോജ്യ ദേഹം തദനുവായുന മദ്ധാരണാനുഭാവേന തത്രാത്മാ യത്ര വൈ മനഃ. മനഃ തദനുദേഹം വായുനാ സഹ മയി സുസംയോജ്യ. മനോമയി സുസംയോജ്യ ദേഹം തദനുവായുന. നോക്കിക്കോളൂ, ഇത്ര നേരം സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മളെ വിട്ട് അകന്നുള്ളതാണ്. അതിൽ ബൃഹത്തായ വസ്തുക്കളുണ്ട്, അതിനേക്കാൾ ചെറുപ്പമായ വസ്തുക്കളുണ്ട്. ഇവിടെ ഇപ്പോൾ സൂര്യനെ പറ്റി പറഞ്ഞു. ആ സൂര്യൻ എന്ന് പറയുന്നത് ആകാശത്ത് നോക്കിയാൽ നാല് ഭാഗത്തും സൂര്യന് നാല് ഭാഗത്തും അനന്തമായ ആകാശമാണ്. സൂര്യൻ എന്ന് പറയുന്നത് പരിമിതമായ ഒരു ഗോളമാണ്. അതിനെയാണ് നിങ്ങൾ ധ്യാനിക്കുന്നത്. അതൊക്കെ പുറം വസ്തുക്കളാണ്. ഇപ്പം ഇവിടെ അദ്ദേഹം പറയണത് എന്താ? മനോമയി സുസംയോജ്യ. ആദ്യമായിട്ട് മനസ്സിനെ എന്നിൽ സംയോജിപ്പിച്ച് നിർത്തി, ദേഹം തദനുവായുന, ദേഹത്തെയും എന്നിൽ സംയോജിപ്പിക്കണം, പ്രാണനെയും സംയോജിപ്പിക്കണം. അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു പദാർത്ഥം ഇവിടെ ഇല്ല. എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത്? മനസ്സിനെ, ദേഹത്തെ, നിങ്ങളിൽ ശ്വാസോച്ഛ്വാസ രൂപത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രാണനെ, ബാഹ്യഘടകങ്ങളൊന്നുമില്ല. ഇത് മൂന്നിനെയും നിങ്ങൾ എന്നിൽ സംയോജിപ്പിച്ച് ധ്യാനിച്ചാൽ നനച്ചിടത്ത് ദേഹവും എത്തും. എവിടെ വേണമെങ്കിലും അവിടെ പോകാം. നിങ്ങളിത് ശ്രദ്ധിക്കുന്നുണ്ടോ? ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഇത്ര നേരം പറഞ്ഞത് പുറമേയുള്ള വസ്തുക്കളാണ്. അതിൽ മഹത്തത്വം വരെ ചെന്നു, ആകാശം വരെ ചെന്നു, ശ്വേതദീപം വരെ ചെന്നു. അതൊക്കെ വിട്ടിട്ട് ഇപ്പം അദ്ദേഹം പറയണത് എന്താ? നിങ്ങളുടെ മനസ്സിനെയും ദേഹത്തെയും പ്രാണനെയും എന്നിൽ യോജിപ്പിച്ച് നിർത്തുക. ഞാനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. നിങ്ങളുടെ ദേഹം ഉണ്ടാക്കിയതാരാ? അച്ഛനല്ല, അമ്മയല്ല. അവർ രണ്ടുപേരും അല്ലെങ്കിൽ പിന്നെ ആരാ? പ്രകൃതി. പ്രകൃതി എന്ന് പറഞ്ഞാലോ ഈശ്വരൻ്റെ തന്നെ പരിണത രൂപം. അങ്ങനെ ഈശ്വരൻ സൃഷ്ടിച്ചു തന്ന ശരീരം, അതിൽ ചലിക്കുന്ന വായു ഈശ്വരൻ തൊടുത്തുവിടുന്നത്. ശ്വാസകോശമാണ് അതിന് പ്രധാന ഘടകം. അത് നാം ആരും ഡിസൈൻ ചെയ്ത് രൂപപ്പെടുത്തിയതല്ല. പ്രാണൻ, മനസ്സ്, ഇത് മൂന്നിനെയും നിങ്ങൾ എന്നിൽ ധാരണാരൂപത്തിൽ ഉറപ്പിച്ചങ്ങോട്ട് നിർത്തിയാൽ തത്രാത്മാ യത്ര വൈ മനഃ, തത്ര ആത്മാ യത്ര വൈ മനഃ. മനസ്സ് എവിടെ ചെല്ലണം എന്ന് വിചാരിച്ചോ അവിടെ ദേഹം അങ്ങോട്ട് ചെല്ലും. ഈ സിദ്ധിക്ക് മനോജപം എന്നാണ് പേര്. മനോജപം. മനോജപം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ എന്തിനെ പറ്റിയിട്ടാണ് പറയണത്? സ്വർഗത്തിനെ പറ്റിയിട്ടല്ല, കൈലാസത്തെ പറ്റിയല്ല, വൈകുണ്ഠത്തെ പറ്റിയല്ല. ഞാൻ പറയുന്നത് നിങ്ങളുടെ ദേഹത്തെയും മനസ്സിനെയും പ്രാണനെയും കുറിച്ചാണ്. ഇത് മൂന്നും ഉണ്ടോ? ഉണ്ട്. സംശയിക്കാൻ വഴിയുണ്ടോ? ഇല്ല.
പിന്നെ എവിടെയാ സംശയം? പ്രയോഗിക്കുന്നതിലും വിനിയോഗിക്കുന്നതിലും. നിങ്ങൾ രാപ്പകൽ അധ്വാനിക്കുന്നത് എന്തിനാ? ഈ നശിക്കുന്ന വസ്തുക്കൾ കയ്യിൽ കിട്ടി തിന്നാനും കുടിക്കാനും. മൃഗങ്ങളും നായ്ക്കളും ചെയ്യുന്നത് പോലെ. മനുഷ്യൻ്റെ ഭക്ഷണമായില്ല അത്. മനുഷ്യ ഭക്ഷണത്തിൻ്റെ ഉദ്ദേശം വേറെയാ. അത് ഉൾ വ്യക്തിത്വത്തിൽ പരമാവധി സൗന്ദര്യം, സൗഭാഗ്യം രചിച്ച് അനുഭവിച്ച് തൃപ്തിയായി സാഫല്യം നുകർന്ന് ശരീരം വിടണം. അതാണ് മനുഷ്യജന്മം. ഉൾസുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ. പുറം സുഖത്തിന് വേണ്ടി ബാക്കിയുള്ള ജന്മങ്ങൾ. അവർ എര തണ്ടട്ടെ, തിന്നട്ടെ, വയറു നിറച്ച് നടക്കട്ടെ. ആരുമില്ല അവരെ നിയന്ത്രിക്കാൻ. എവിടെ വേണമെങ്കിലും അവർക്ക് ഇണകൂടാം. മനുഷ്യരാകുമ്പോൾ അതിലൊക്കെ പരിമിതിയുണ്ട്, പല തടസ്സങ്ങളുമുണ്ട്. അപ്പം മൃഗങ്ങളാവുക നല്ലത്. നമുക്ക് തിന്നണം കുടിക്കണം എന്നുണ്ടെങ്കിൽ മനുഷ്യനായി ജനിച്ചാൽ നമുക്ക് തേടേണ്ടത് സ്വന്തം ഉള്ളാണ്. മനസ്സിനെ ചികഞ്ഞ് ചികഞ്ഞ് നോക്കി മനസ്സിലാക്കുക. ബുദ്ധിയെ ചുഴിഞ്ഞ് ചിന്തിച്ച് ഗ്രഹിക്കുക. അന്തരാത്മാവിനെ കണ്ടുപിടിക്കുക. അതോടുകൂടി ചേർന്ന് വ്യക്തിത്വം സ്ഫുടം ചെയ്യണം. ഇതാണ് നമുക്ക് ആവശ്യം. അതാണ് ഇവിടെ പറയുന്നത്. മനോജപം നമ്മുടെ ദേഹത്തെയും മനസ്സിനെയും പ്രാണനെയും ഒരുപോലെ ഈശ്വരനിൽ നിർത്തിയാൽ നിങ്ങൾക്ക് പിന്നെ ഒരു തടസ്സവും ഇല്ലാന്ന്. നിർത്തിയാൽ മതി. എത്ര മണിക്കൂർ? ധാരാളം മണിക്കൂർ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഞാൻ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഈ ശ്ലോകം ആരെ സ്തുതിക്കുന്നതാണെന്നറിയോ? ഹനുമാന്. എന്തിനാ ഞാനിതിവിടെ പറയുന്നത്? മനോജവം അതായിരുന്നു ഹനുമാന്റെ സ്വഭാവം. എങ്ങനെയാ ഹനുമാൻ ലങ്കയ്ക്ക് ചാടിയത്? മനോജവം കയ്യിലുള്ളത് കൊണ്ട്. അതിന് ഹനുമാൻ ഉപയോഗിച്ച വഴി എന്താ? രാമരാമ രാമരാമ രാമരാമ. വായ കൊണ്ട് ഉച്ചരിച്ചു. ഹനുമാന്റെ പ്രാണൻ മുഴുവനും രാമനിലായിരുന്നു. ഹനുമാന്റെ മനസ്സ് മുഴുവനും രാമൻ, എൻ്റെ മഹാപ്രഭു. അദ്ദേഹം കഷ്ടപ്പെടുന്നു. സീത എവിടെയെന്ന് കണ്ടുപിടിക്കാൻ ഇച്ഛിക്കുന്നു. അതിനെന്തെങ്കിലും ഒരളവ് വരെയെങ്കിലും ചെറിയ സഹായം എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വിചാരിച്ച് ആ യജമാന ഭക്തിയോടുകൂടി, സ്വാമി ഭക്തിയോടുകൂടി രാമ രാമ എന്നുള്ളൊരു ഉച്ചാരണത്തിൽ മാത്രം തൻ്റെ പ്രാണനും തൻ്റെ മനസ്സും തൻ്റെ ദേഹവും എല്ലാം സമർപ്പിച്ച് ഞാൻ വിഴില്ലേ, വെള്ളത്തിൽ മുങ്ങില്ലേ ഒന്നും ആലോചിക്കാതെയാണ് ഡോം എന്നൊരു ചാട്ടം ചാടിയത്. മനോജവം. മനസ്സ് എവിടെ വിചാരിച്ചോ അവിടെ ചെല്ലാനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നു. മനോജവം മാരുതതുല്യ വേഗം. കാറ്റിനെ പോലെ വേഗത്തിൽ പോകുമത്രേ. ജിതേന്ദ്രിയം. ഈ സിദ്ധി ആർക്കാ ഉണ്ടാവുക? ജിതേന്ദ്രിയം. തോന്നിയ മാതിരി താനാ തീനാന്ന് നടക്കുന്നവർക്ക് ഇത് കിട്ടില്ല. ഇന്ദ്രിയങ്ങളെ നല്ല പോലെ മെരുക്കിയവർക്കേ കിട്ടുള്ളൂ. പുകവലിക്കുക, മദ്യപിക്കുക, മറ്റു പ്രകാരത്തിലുള്ള മുറുക്കലും ചോക്കലും ഇങ്ങനെയുള്ളല്ലോ പൊടിവലി എന്നൊക്കെ പറയണത്. അങ്ങനെയുള്ള ഉദ്ദീപനങ്ങളായിട്ട് യാതൊന്നും തേടാതെ നമ്മുടെ മനസ്സിൽ നിന്ന് മാത്രം നമ്മൾ സുഖവും സന്തോഷവും തേടുന്നതായ ജിതേന്ദ്രിയന്മാർക്കുള്ളതാണ് ബുദ്ധിമതാം വരിഷ്ഠം. ബുദ്ധിയുള്ളവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണത്രേ ആര്? ഹനുമാൻ. വാദാത്മജം. വായുവിൻ്റെ പുത്രനാണ്. വാനരയൂത മുഖ്യം. വാനര സൈന്യത്തിൽ വെച്ച് ഏറ്റവും മുഖ്യനായിട്ടുള്ളവനാണ്. ശ്രീരാമൻ്റെ ദൂതനുമാണ്. അതുകൊണ്ടാണല്ലോ കയ്യിലുള്ള മോതിരം പ്രത്യേകിച്ച് കൊടുത്തത് ഹനുമാന്. ശ്രീരാമദൂതം ശിരസാ നമാമി. അദ്ദേഹത്തെ ഞാൻ ശിരസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ഈ ഹനുമാന്റെ വിശേഷം പറയാണ്. എത്ര എത്ര രഘുനാഥ കീർത്തനം, എത്ര എത്ര രഘുനാഥ കീർത്തനം, തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഞാൻ കേട്ടിട്ടുള്ളത് വാൽമീകി മഹർഷി തന്നെ ഹനുമാനെ സ്തുതിച്ചു എന്നാണ്. അത് നോക്കുമ്പോൾ ആ ശ്ലോകം പെട്ടെന്ന് കാണാനില്ല. അത് ഞാൻ ചെറുപ്പകാലത്ത് കേട്ടിട്ടുള്ളതാണ്. എത്ര എത്ര രഘുനാഥ കീർത്തനം, തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. രഘുനാഥൻ എന്ന് പറഞ്ഞാൽ ആരാ? ശ്രീരാമചന്ദ്ര മഹാപ്രഭു. അദ്ദേഹത്തിൻ്റെ കീർത്തനം രാമ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് എവിടെയെങ്കിലും പറയണത് കേട്ടാൽ തത്ര തത്ര കൃതമസ്തകാഞ്ജലിം, കൈ രണ്ടും പൊക്കി തലയിൽ വെച്ച് കണ്ണടച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങുമത്രേ. മാത്രമല്ല
ബാഷ്പവാരി പരിപൂർണലോചനം. അത് കേൾക്കുമ്പോഴേക്കും ആനന്ദാശ്രു രണ്ട് കണ്ണിൽ നിന്നും ഒരു ഇടതടവില്ലാതെ അങ്ങോട്ട് ഒഴുകുമത്രേ. ഒഴുകി ഒഴുകി താഴത്തേക്ക് വരും. മാരുതിം നമത രാക്ഷസാന്തകം. അങ്ങനെ രാക്ഷസന്മാരെ മുഴുവൻ കൊന്ന രാക്ഷസാന്തകനായിരിക്കുന്ന മാരുതിയെ ഞാൻ നമസ്കരിക്കുന്നു. ഈ ഹനുമാൻ വലിയൊരു സങ്കല്പമാണ്. അദ്ദേഹം എങ്ങനെയാ ഈ ലങ്കയ്ക്ക് കടന്നത്? വലിയ കാവൽക്കാരൊക്കെ ഉണ്ട്. അദ്ദേഹം കടന്നത് എങ്ങനെയാ? ശരീരം മുഴുവൻ അങ്ങോട്ട് ചെറുതാക്കി. ഒരൊറ്റ ആൾക്ക് കാണാൻ പറ്റില്ല. ഒരു ഉറുമ്പരിച്ചാലും കൂടി കാണാം. അത് അതിനേക്കാളും ചെറുതാ. ഒറ്റ ആൾ കണ്ടില്ല. ലങ്കയുടെ ഉള്ളിൽ കണ്ടു ഈ സിദ്ധിയുള്ള. അന്തഃപുരത്ത് പ്രവേശിച്ചപ്പോഴോ ഒരാൾക്കും കാണാൻ പറ്റിയില്ല. സർവ്വസ്ഥലത്തും വാതിലൊക്കെ അടച്ചിട്ടുണ്ട്. പക്ഷെ ഹനുമാൻ സർവ്വസ്ഥലത്തും ചെന്നു. പല ദൃശ്യങ്ങളും അവിടെ കണ്ടു, മടങ്ങി വന്നു. സീതയെ കണ്ടിട്ടില്ല. ഈ ഹനുമാൻ ഇങ്ങനെയുള്ള സിദ്ധി ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. ഇങ്ങനെയുള്ള ആഞ്ജനേയനെ, അഞ്ജനയുടെ പുത്രനെ, മാരുതിയെ, വായുപുത്രനെ, ഹനുമാനെ മനസ്സിലിങ്ങനെ വിചാരിച്ചാൽ നമുക്ക് എന്താ ഉണ്ടാവുക? ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ച ഹനുമത് സ്മരണാത് ഭവേത്. ഹനുമാനെ സ്മരിക്കുന്നവർക്ക് ഇതൊക്കെ ഉണ്ടാവും അത്രേ. നിങ്ങൾ കുട്ടികളെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമപ്പാ. ഈ സ്കൂൾ പഠിപ്പ് കൊണ്ട് മാത്രം നടക്കില്ല. അതായിക്കോട്ടെ, ഭൗതിക വിദ്യാഭ്യാസം നമുക്ക് വേണമല്ലോ. ഭൗതികമായിട്ടല്ലേ പണവും പോക്കും വരവൊക്കെ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കാൻ അവർക്കൊരു നല്ല മനസ്സ് വേണമല്ലോ. ഇപ്പം എത്രയാ, ബോംബെയിൽ നിന്നൊരു എഴുത്ത് വന്നിട്ടുണ്ട് എനിക്ക്. അമ്മ കരയുക, സങ്കടപ്പെടുക. സ്വാമിജി, ഞാൻ എന്ത് ചെയ്യും? എനിക്കിങ്ങനെ ഓട്ടിസം എന്നുള്ളതിൻ്റെ ഏതാണ്ട് വിഷമം അനുഭവിക്കുന്ന ഒരു കുട്ടിയുണ്ടല്ലോ. എന്താ ഞാൻ ചെയ്യുക? ഞാൻ എത്ര ഈശ്വരനെ ഭജിക്കുന്നു, എത്ര വണങ്ങുന്നു, എത്ര വന്ദിക്കുന്നു. എന്താ അങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് ഉണ്ടാവണത് എനിക്ക് മനസ്സിലാവണില്ല. ഈ നിർമ്മാണത്തിൽ നമ്മൾ പങ്കെടുക്കണില്ലല്ലോ. ഗർഭപാത്രത്തിൽ പതിക്കുന്ന രേതസ്സുണ്ടല്ലോ, അത് ശുക്ലശോണിത സംയോഗം കൊണ്ട് അവിടെ ഒരു കുട്ടി നടക്കുന്നതിൽ നമുക്കുള്ള പങ്ക് വളരെ കുറവാണല്ലോപ്പാ. എന്തിനാ നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവണത്? ഉണ്ടാവരുതല്ലോ. എന്തെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സാണ് ഇതിൽ പ്രമാണം. ആ സംയോഗം നടക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് വളരെ പവിത്രമായിരിക്കണം, വിശ്വാസനിർഭരമാകണം. ഗർഭം വളരുന്ന സമയത്തും വേണം അമ്മയ്ക്ക് എൻ്റെ ഉള്ളിൽ ഒരു പുതിയ ജീവൻ രൂപപ്പെടുകയാണ്. ആ പുതിയ ജീവന് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങളുണ്ടോ, അനുഷ്ഠാനങ്ങളുണ്ടോ, തപസ്സുണ്ടോ, ആ അമ്മ തുറന്ന മനസ്സോടുകൂടി അത് ചെയ്യണം. പൂർവാശ്രമത്തിൽ എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത്, രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒന്ന് ചെരിഞ്ഞു കിടക്കണം തോന്നിയാൽ ചെരിയില്ലാത്രേ. എണീറ്റ് നിവർന്നിരുന്നതിന് ശേഷമാണ് ചെരിയാന്ന്. അല്ലെങ്കിൽ നമ്മുടെ പൊക്കിൾക്കൊടി ഇങ്ങനെ ചുറ്റുവട്ടത്തിൽ എന്നൊക്കെ പറയുക. ഡോക്ടർമാരോട് ചോദിക്കണം അത് ശരിയാണോ എന്നുള്ളത്. പക്ഷേ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ എങ്ങനെയാണ്? തെറ്റണതൊന്നുമില്ല. അതുമാതിരി പെറ്റ കുട്ടി 6 മാസം ആകുമ്പോഴേക്കും 2 മാസം ആകുമ്പോഴേക്കും അതിന് മുലപ്പാൽ കുടിച്ചാൽ മതിയാവില്ല. അതിന് ഇത്തിരി കൂഴ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചില ഏർപ്പാടുകളുണ്ട്. എന്താ ഈ കൂഴ്? നമ്മുടെ നാട്ടിൽ കുന്നംകായ എന്നൊരു കായുണ്ട്. അത് അകത്ത് വിത്തില്ലാത്തതാണ്. കുന്നംകായ, അതാണ് വിശേഷം. അത് പച്ചയായിരിക്കുന്ന കായ തൊലി പൊരിച്ച് അങ്ങോട്ട് നീക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായി വെട്ടി വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചു വയ്ക്കുക. ആ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു 2 മാസം കഴിയുമ്പോഴേക്കും ഒരു 1/2 സ്പൂൺ വെള്ളത്തിൽ തിളപ്പിച്ച് ആ കുട്ടിക്ക് അങ്ങോട്ട് കൊടുക്കുക. ഇതാണ് ബുദ്ധി ഉണ്ടാവാൻ ഏറ്റവും വിശേഷപ്പെട്ട സാധനം. ഞാൻ കൽക്കട്ടയിലുള്ളപ്പോൾ കൗവൻ ഗേറ്റ് ഒക്കെ ആയിരുന്നു. ഇപ്പം എന്താ കൊടുക്കണേന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ പേരൊന്നും എനിക്കറിയില്ല. ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അതുമാതിരി വയമ്പ് അരച്ചു കൊടുക്കും. ഈ വയമ്പ് വളരെ വിശേഷമാണ് ബുദ്ധി ഉണ്ടാവാൻ. ആ വയമ്പിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സഹോദരിമാരോടൊക്കെ പറയാറുള്ളത്, അവരുടെ കഴുത്തിൽ താലി ഉണ്ടാവും. അതിങ്ങനെ 3-4 ഒരയ്ക്കും. ഇതാണ് കുട്ടിക്ക് കൊടുക്കുക. കയ്പ കുട്ടികൾ കഴിക്കാൻ കൂട്ടാക്കില്ല. എന്നിട്ട് നെറ്റിയിലൊരു പൊട്ടും തൊട്ട് വിടും. നിങ്ങൾക്ക് ഇതിനോടൊന്നും ഒരു വിലയില്ല. ഈ ഭാരതത്തിലുള്ള ജനസമാജത്തിൻ്റെ സംസ്കാരം ശാസ്ത്രത്തിന് വളരെയധികം ഗവേഷണം ചെയ്യാൻ വക നൽകുന്നതാണ്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഈ ഗുണം എങ്ങനെ ഉണ്ടാവുമപ്പാ? നിങ്ങൾക്ക് കുട്ടി ഉണ്ടായ വെയിറ്റ് ഇട്ടു, എത്രയുണ്ട് റാത്തൽ അത് നോക്കണം. അതാ തീർച്ചയായി 8 പൗണ്ട് ഉണ്ട്, നന്നായി, റെഡിയായി. മാംസമൊക്കെ റെഡിയാണ്. നമുക്ക് ആവശ്യം ബുദ്ധിയാണല്ലോ, തലച്ചോറാണല്ലോ. ആ തലച്ചോറിന് എന്ത് ചെയ്യണം? ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത. നോക്കൂ, ഈ സങ്കല്പങ്ങൾ തന്നെ നമ്മുടെ പൂർവികർ പറഞ്ഞു വെച്ചതിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ആ വാക്കുകൾ നോക്കൂ. ബുദ്ധി, ബലം, യശഃ, ധൈര്യം, നിർഭയത്വം,
അരോഗത അജാഡ്യം വാക്പടുത്വം ച. ഇതിലേതെങ്കിലും ഒരു ഗുണം ഏത് അച്ഛനമ്മമാരും ഇഷ്ടപ്പെടാത്തതുണ്ടോ? യുക്തിവാദികളടക്കം ഏതെങ്കിലും ഒരു ഗുണം നിങ്ങൾ വേണ്ടാന്ന് പറയുമോ? ആദ്യമായിട്ട് ബുദ്ധി വേണം. എന്താ ഈ ബുദ്ധി? ബോധനം ചെയ്യാനുള്ള ശക്തി. എന്തിനെ കുറിച്ചും കണ്ണുകൊണ്ട് കണ്ടാൽ ഇതെന്താ അത്, എങ്ങനെയാ അത് എന്ന് ആലോചിക്കണം. ഞങ്ങളുടെ ആശ്രമത്തിലെ ഗുരുപൂർണിമയ്ക്ക് പലരും വരും. ഇത്തവണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ബഹുശതം ആൾക്കാരെയാണ്, 100-800 ആൾക്കാരെങ്കിലും വരുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു പ്രസാദം കൊടുക്കാറുണ്ട്. മുമ്പൊക്കെ ഞങ്ങളുടെ ആശ്രമത്തിൽ പശുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പാലപ്പോൾ പശു നെയ്യ് ഇവിടെ തന്നെ ഉണ്ടാവുന്നത് എടുത്തിട്ടാണ് എന്തെങ്കിലും മധുരമാണല്ലോ പ്രസാദം ഉണ്ടാക്കുക. അപ്പോൾ മൈസൂർ പാക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അവർ നല്ല മൈസൂർ പാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അത് കൈ കിട്ടുമ്പോഴേക്കും അത്രത്തോളം വാസനയാണ്. പലരും പറയും ആശ്രമത്തിലുള്ളതുമായി മൈസൂർ പാക്ക് ഞങ്ങൾക്ക് കിട്ടുകയില്ല, എവിടെയാണ് കിട്ടുകയെന്ന്. അപ്പോൾ നമ്മുടെ പശു നെയ്യ് തന്നെ വേണ്ടതുപോലെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ തീരെ പശുവില്ല, നോക്കാൻ വയ്യ. ഞാൻ തന്നെയായിരുന്നു കുറേയൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് കൊല്ലമായിട്ട് അതിന് സമയവും കിട്ടുന്നില്ല, വൈക്കലും കുറവാണ്. അപ്പോൾ ഇപ്പോൾ മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ പുറപ്പെടുമ്പോൾ ഉണ്ടാക്കുന്നവരുണ്ടാക്കിയാൽ അത് ചൗന്നിരിക്കുക, അത് ശരിയാവണില്ല. അതിൻ്റെ നിറവും ശരിയല്ല, മൂപ്പും ശരിയല്ല. പലതവണ പറഞ്ഞു നോക്കി, ശരിയായിട്ടില്ല. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ഒരാളെ അറിയുന്ന ആളെ കൊണ്ടുവന്നത് ഉണ്ടാക്കാൻ നോക്കുക. എന്താ അത്? നല്ല വെപ്പുകാരാണ്, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കും. മൈസൂർ പാക്ക് ഉണ്ടാക്കിയാൽ ശരിയാവില്ല. എന്താ കാരണം? ഞാൻ ഒരു ദിവസം പറഞ്ഞു, ഒന്ന് പോയി പഠിച്ചിട്ട് വരൂ, നല്ലവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കി വരൂ. അടുത്ത തവണ ഒരാൾ ഇവിടെ ജോലിക്ക് വരുമ്പോൾ അവരെ വിളിക്കാതെ വേറൊരാളെ വിളിച്ചുണ്ടാക്കേണ്ടി വരുന്നത് ഒരു ഗതികേടാണല്ലോ അവർക്കും നമുക്കും. ശരിയാവണില്ല. ബുദ്ധി വേണേ. എവിടെയാണ് മൂപ്പ്, എപ്പോഴാണ് നിർത്തേണ്ടത്? അതിങ്ങനെ ഇളക്കി 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 അതിങ്ങനെ പൂ പോലെ ഇങ്ങനെ പൊരിഞ്ഞു വരണം. ആ വരുന്ന സമയത്ത് അതെടുത്ത് ശരിയാക്കണം. പറ്റണ്ടേ? പല കാര്യങ്ങളും ഇങ്ങനെയാണ്. അരക്ക് പാകം, അരക്കിൽ അമർന്ന പാകം, മണൽ പാകം, മെഴുപാകം എന്നൊക്കെ ആയുർവേദ മരുന്നിന് പറയും. അപ്പം അതൊക്കെ കണ്ണുകൊണ്ട് നോക്കി നിശ്ചയിക്കുന്നതാണ്. അപ്പം കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രം പോരാ. ഈ ഓട്ടിസം എന്ന് പറയുന്നത് എന്താ? അവരിങ്ങനെ നോക്കുമ്പോൾ ആ നോട്ടത്തിലൊരു ശ്രദ്ധ ഉണ്ടാവില്ല. ഇപ്പോൾ ഫാൻ ഉണ്ട് അവിടെ, വാൾ ഫാനാണ്. ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ബ്ലേഡിൻ്റെ ആകൃതി, അതിൻ്റെ ചുറ്റുമുള്ള വല, അതെങ്ങനെയാണ് തൂക്കിയിരിക്കണത് എന്നൊക്കെ ഒന്ന് മനസ്സിലായി പതിയണമെങ്കിൽ ഒന്ന് ഉറപ്പിച്ച് നോക്കണം. ഈ ഓട്ടിസക്കാർ കാണുകയുള്ളൂ, ഉറപ്പിക്കില്ല, ഉള്ളിൽ ധാരണയില്ല. ഇങ്ങനെയുള്ള കുട്ടികൾ ജനിച്ച അച്ഛനമ്മമാർ എന്ത് ചെയ്യുന്ന പറയണത്? എനിക്ക് വലിയ സങ്കടമാണ്. നമുക്ക് ഒരു കുട്ടിയില്ല, ഞാൻ അവിവാഹിതനാണല്ലോ, നൈഷ്ഠിക ബ്രഹ്മചാരിയാണല്ലോ. പക്ഷെ എൻ്റെ മനസ്സിന് വലിയ സങ്കടമുണ്ട്. ഞങ്ങളൊരു ദക്ഷിണാമൂർത്തി ക്ഷേത്രം പ്രതിഷ്ഠിച്ചത് തന്നെ ഈ ഒരൊറ്റ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ്. മനുഷ്യന് ധിഷണ ഉണ്ടാവണം എന്നാണ് സങ്കല്പം. ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന സങ്കല്പം കയ്യിൽ ഒരു എഴുത്താണിയും ഗ്രന്ഥക്കെട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഈ എഴുത്താണിയും ഗ്രന്ഥക്കെട്ട് എന്തിനാ? ബുദ്ധിയിൽ നിന്ന് ഉദിക്കുന്ന ആശയങ്ങൾ എഴുതാനാണ്. ഒരു മനുഷ്യൻ എപ്പോഴാണ് എഴുതുക? വേണ്ടത്തോളം അറിവ് മനസ്സിലുണ്ട്, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നുള്ള വിചാരവും അതിന് തക്ക ഭണ്ഡാരവും ഉള്ളിൽ വരുമ്പോഴാണ് എഴുതുക. ആ ദക്ഷിണാമൂർത്തി സങ്കല്പം തന്നെ ബുദ്ധിയുടെ സാമർഥ്യം. ദക്ഷിണ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ദക്ഷത എന്ന് പറഞ്ഞാൽ സാമർഥ്യം. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, അനപേക്ഷ ശുചി ദക്ഷ ഉദാസീനോ ഗതവ്യഥ. ഇത് 12-ാം അധ്യായത്തിൽ ഭക്തനെ പറ്റി പറയുന്നതാണ്. അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗതവ്യഥ. ഒരു വിധത്തിലുള്ള അപേക്ഷയുമില്ലാതെ ഉള്ളു നിറഞ്ഞിരിക്കണം. ശുചി, വളരെ വൃത്തിയും വെടുപ്പും, മനസ്സിന് ശുദ്ധിയൊക്കെ വേണം. ദക്ഷ, എന്ത് കാര്യവും വേണ്ടതുപോലെ നടത്താൻ സാധിക്കണം. ദക്ഷത എന്ന് പറഞ്ഞാൽ ബുദ്ധി സാമർഥ്യം എന്നാണ് അർത്ഥം. ഏത് പ്രവൃത്തിയും ചെയ്യാനുള്ള കൗശലം, ഒന്നിൽ നിന്നും പിൻവാങ്ങരുത്. ധ്രുവനോട് പറഞ്ഞു ആര്? നാരദ മഹർഷി, നീ എങ്ങടാ പോണേ? മഹാവിഷ്ണുവിനെ കുറിച്ച് തപസ് ചെയ്യാൻ. അയ്യോ, മഹാവിഷ്ണുവിനെയോ? തപസ്സോ? നീയോ? അനങ്ങരുത്, മടങ്ങിപ്പോ. മഹാവിഷ്ണു ദുരാരാധ്യനാണ്. പലരും പരിശ്രമിച്ച് തോറ്റു തുന്നം പാടിയിട്ട് വന്നിരിക്കുക. വെറുതെ നിന്റെ സമയം കളയണ്ട. ധ്രുവൻ എന്തു പറഞ്ഞു? സമ്മതിച്ചില്ല. മഹർഷേ, അങ്ങ് ആരോടാ സംസാരിക്കണേന്നറിയോ? ക്ഷത്രിയ ബാലനോട്. ക്ഷത്രിയന്മാരാരാ? വീര്യം, പരാക്രമം, വിജയം, ഇതാണ് അവരുടെ മുൻപിൽ. തോൽവി എന്നൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. എല്ലാവരും തോറ്റു തുന്നം പാടിയെങ്കിൽ അതേ കാരണത്താൽ ഞാൻ ജയിച്ച് വിജയശ്രീലാളിതനാവും. അതിനെന്നെ സഹായിക്കാൻ അങ്ങക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയൂ, ഇല്ലെങ്കിൽ വായടക്കി വന്ന വഴിക്ക് പൊക്കോളൂ എന്നാ പറഞ്ഞത്. എന്തു പറയണു നിങ്ങൾ? എന്തു പറയണു?
നല്ല പോലെ മനസ്സിലാക്കണം. നമുക്ക് നല്ല ശൗര്യം, വീര്യം, പരാക്രമം എല്ലാവരും ഉള്ളവർ വേണം. അപ്പോൾ ഇവിടെ ദക്ഷിണാമൂർത്തി എന്നുള്ള സങ്കല്പം നമുക്ക് കുട്ടികൾക്ക് തൂക്കം മാത്രം പോരാ, അഴക് മാത്രം പോരാ, മുഖം നന്നായാൽ മാത്രം പോരാ. നമുക്ക് ആവശ്യം നല്ല ഒരു മനസ്സ്, ശുറുശുറുക്കുള്ള മനസ്സ്, ശുഷ്കാന്തിയുള്ള മനസ്സ്, വീര്യം പരാക്രമമുള്ള മനസ്സ്. അതേമാതിരി ഏത് സന്ദർഭത്തിലും വാടാതെ ആലോചിച്ച് ബുദ്ധിയുടെ നയനിർദ്ദേശങ്ങളിലൂടെ മുൻപോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമുക്ക് ആവശ്യം. അതാണ് ദക്ഷിണാമൂർത്തി സങ്കല്പം. ഈ ശിരോരോഗങ്ങൾ, ബുദ്ധിമാന്ദ്യങ്ങൾ ഇത് കൂടുതലായി വരിക. അമേരിക്കയിൽ നിന്ന് വന്ന ഒരു ദമ്പതികൾ നിങ്ങളോട് പറഞ്ഞു കാണും. അവരുടെ കുട്ടി കുറച്ചിങ്ങനെയായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഈ അമേരിക്കയിലത്തെ സ്ഥിതി എന്താണ്? മുമ്പൊക്കെ 1000-ൽ1 കുട്ടിയായിപ്പോൾ, ഇപ്പോൾ 100-ൽ1 എന്നാണ് പറയുന്നത്. അപ്പം എന്താ അങ്ങനെ വരണത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു തകരാറുണ്ട്. ഒന്നിലോ നമ്മുടെ അന്തരീക്ഷം ശുദ്ധമല്ല, മലിനീകരണങ്ങൾ കൂടുതലാണ്, ഭക്ഷണ സാധനങ്ങളിൽ ധാതുക്കളും ലവണങ്ങളും കൂടുതൽ ചേർക്കുന്നു. അങ്ങനെ എന്തോ ഒരു തകരാറ് വന്നിട്ടാണ്. വാസ്തവത്തിൽ ഈ ഗർഭത്തിൽ വളരുന്ന കുട്ടിയുടെ കാര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും ഒന്നും ചെയ്യാനില്ല. അമ്മ സ്വന്തം വയറ്റിനാണ് ഭക്ഷണം കഴിക്കുന്നത്, സ്വന്തം ശരീരത്തിനാണ് ശ്വസിക്കുന്നത്, വെള്ളം കുടിക്കുന്നത്. കുട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ കുട്ടിയുടെ ഈ നിർമ്മാണമുണ്ടല്ലോ, ആ ഗർഭാശയത്തിലുള്ള ശിശു വളർന്നു വരുന്നത്, അതിൽ മനുഷ്യഹസ്തങ്ങളൊന്നുമില്ല. എന്നിട്ടും ഈ സൂക്കേടുകൾ എന്താ അങ്ങനെ വരണത്? എന്തോ പ്രകൃതി ഉദ്ദേശിക്കാത്ത ചില വികൃതികൾ അവിടെ നടക്കുന്നുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതാണ്, കെമിക്കൽ ഐറ്റംസ് ഇൻ ഫുഡ്. ഇപ്പം എന്തൊക്കെയാണ് ചെയ്യണത്? വെണ്ടയിൽ ഒരു പൂവുണ്ടായി, ആ പൂവിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ആ ചാമ്പണത് വെണ്ടയ്ക്ക നന്നാവാൻ. എന്തതിനർത്ഥം? നിങ്ങൾ വിചാരിക്കും ഇതൊന്നും സാരമല്ല, വളരെ സാരഭൂതമായിട്ടുള്ളതാണ്. നമ്മുടെ മണ്ണ് എങ്ങനത്തതാ? എന്തൊക്കെ നിങ്ങൾ മണ്ണിൽ കുഴിച്ചിട്ടോളൂ, അതിനെ മുഴുവൻ സംലയിപ്പിച്ച് മണ്ണാക്കി തീർക്കുന്നതാണ് മണ്ണ്. ഇപ്പം നമ്മുടെ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം മണ്ണിന് ദഹിപ്പിക്കാൻ പറ്റാത്തതാണ്. ആ പ്ലാസ്റ്റിക്കിനെ കൊണ്ടിട്ട മഹാഭാവം മണ്ണ് എന്ത് ചെയ്യും? സാധാരണ ഈ മണ്ണിൽ പൊട്ടിമുളച്ച് വരുന്നത് എന്തും ആ മണ്ണിൽ ദഹിച്ച് മണ്ണായി തീർന്നോളും. ആ പൊട്ടിമുളയ്ക്കാതെ അടിയിൽ കിടക്കുന്ന പെട്രോള് ഉൽപ്പന്നങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന പ്ലാസ്റ്റിക് മുതലായ സാധനങ്ങൾ, അത് നമ്മൾ ഉപയോഗിച്ച് അതേ മണ്ണിലിട്ടാൽ മണ്ണമ്മ നിസ്സഹായ. അങ്ങനെ 10 പ്ലാസ്റ്റിക് നമ്മൾ മണ്ണിലിട്ടാൽ മണ്ണിൻ്റെ സ്വഗതമായിരിക്കുന്ന ഗുണം തന്നെ നഷ്ടപ്പെട്ടുല്ലോ. അതിലുണ്ടാവുന്ന കായ്കറികൾക്ക് നമ്മുടെ ശരിയായിട്ടുള്ള ജീവനെയോ ബുദ്ധിയെയോ തലച്ചോറിനെയോ പോഷിപ്പിച്ച് നിലനിർത്താൻ പറ്റാതെ വരാം. ഇത് വലിയ ഒരു കാര്യമാണ് പ്രേക്ഷകരെ. ഞാൻ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് വലിയ മാറ്റമൊന്നും വരില്ല. എന്നാലും എന്നെപ്പോലെയുള്ളവർ മനസ്സിൽ തോന്നുന്നത് പറയണല്ലോ. ആരും കേട്ടില്ല, ചുമരേ കേട്ടുള്ളൂ എന്നുണ്ടെങ്കിലും പറയണം, അതൊരാവശ്യമാണ്. പറഞ്ഞിട്ട് വേണം ഇതിൽ നിന്ന് നല്ല കാര്യങ്ങൾ വരാൻ. എന്തിനെ സംബന്ധിച്ചാണ് ഞാനിത് പറയുന്നത്? നിങ്ങളത് വിട്ടുപോകരുത്. നമ്മൾക്കുണ്ടാവുന്ന കുട്ടികൾക്ക് തലച്ചോറിനോ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനോ ഒരു വിധത്തിലുള്ള കോട്ടമോ മാന്ദ്യമോ ഉണ്ടാവരുത് എന്നുള്ളതൊരാവശ്യമാണ്. എന്നാൽ മാന്ദ്യമുള്ള കുട്ടികൾ, ഡൗൺ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ഉണ്ടാവണം. കുറച്ച് കൊല്ലം മുൻപ് ഒരു 25-50 കൊല്ലം വരെ ഇത്ര കുട്ടികളുണ്ടായിരുന്നില്ല. എന്താ അതിന് കാരണം? പ്രത്യേകിച്ചും മാതൃഗർഭത്തിൽ കുട്ടി രൂപപ്പെടുന്ന വിഷയത്തിൽ അച്ഛനോ അമ്മയ്ക്കോ ഒരു സ്ഥാനവും ഇല്ല. ഭക്ഷണം കഴിക്കണു എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ ചിന്തിക്കണം. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, നമ്മൾ ഈ ദക്ഷിണാമൂർത്തി എന്നുള്ള സങ്കല്പം തന്നെ നമ്മുടെ ഇടയിൽ രൂപപ്പെട്ടത് ബുദ്ധിക്ക് നല്ല ഒരു വിശേഷം, ഒരു ഗുണമുണ്ടാവണം, കോട്ടം വരരുത് എന്ന് പറഞ്ഞിട്ടാണ്. ദക്ഷിണ എന്നുള്ള വാക്കിനർത്ഥം ദക്ഷത എന്നാണ്. എന്തിൻ്റെ ദക്ഷത? കയ്യിനും മൂക്കിനുമല്ല, നമ്മുടെ ശരീരം തന്നെ പ്രവൃത്തിയെടുക്കണമെങ്കിൽ മനസ്സും ബുദ്ധിയും വിനിയോഗിച്ചാലേ പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ സർവ്വകോട്ടങ്ങളും അവസാനം മനസ്സിൽ വികാരങ്ങളിലൂടെയും ബുദ്ധിയിൽ അറിവിലൂടെയാണ്. അപ്പോൾ തലച്ചോറ് വേണ്ടതുപോലെ ആവണം, അത് വിനിയോഗിക്കുമ്പോൾ ശരിയാവും വേണം. അതിനാണ് ദക്ഷിണ, ദക്ഷത, ദക്ഷ എന്നൊക്കെ പറയുന്നത്. അനപേക്ഷ ശുചിർ ദക്ഷ ഉദാസീനോ ഗതവ്യഥ. ഭക്തനെ പറ്റി ചിത്രീകരിച്ച് ഏത് ഭക്തന്മാരാണ് എനിക്കിഷ്ടപ്പെട്ടവർ എന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ 12-ാമത് അധ്യായത്തിൽ പറയുമ്പോൾ പറയാണ്, ശുചിഹി ദക്ഷ. എൻ്റെ ഭക്തൻ മിടുക്കനായിരിക്കണം, കുശലനായിരിക്കണം, സമർത്ഥനായിരിക്കണം. ഈ കുശലതയും സമർത്ഥതയും ഒക്കെ തലച്ചോറിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ആ തലച്ചോറ് വളരെ പ്രധാനമാണ്. അപ്പം ഞങ്ങളുടെ ദക്ഷിണാമൂർത്തി ക്ഷേത്രം വ്യാസഗിരിയിൽ, വ്യാസാശ്രമത്തിലാണ് ഇതുള്ളത്, വ്യാസതപോവനത്തിൽ. ആ ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠിക്കുമ്പോൾ തന്നെ ഞങ്ങളാണല്ലോ അതിൻ്റെ പ്രതിഷ്ഠയ്ക്ക് ഞങ്ങൾ സ്ഥാപിച്ച ക്ഷേത്രമാണ്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു സങ്കല്പവും ഉദ്ദേശവും ഇതാണ്. എന്താ ഉദ്ദേശം?
നമ്മൾക്കിവിടെ ഉണ്ടാവുന്ന കുട്ടികൾക്ക് ബുദ്ധിമാന്ദ്യം എന്നുള്ള മാതിരിയുള്ള കേടുകളൊന്നും വരരുത്. അവർക്ക് നല്ല ക്ഷമ, നല്ല ധൈര്യം, നല്ല ഇരുത്തം എന്ന് പറയട്ടെ. ആ ഒരു വാക്ക് തന്നെ ഞാൻ ഒരാളും പറഞ്ഞു കേൾക്കാറില്ല. ഒരു ഇരുത്തം വേണം അവർക്ക്. പ്രത്യേകിച്ചും അവരുടെ ബുദ്ധി വേണ്ടതുപോലെ ആവണം. അപ്പോൾ ഗർഭിണികളായിരിക്കുന്നവർ, ഗർഭാധാനത്തിന് ഉദ്ദേശിക്കുന്നവർ, കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾ, ഇവർക്ക് എല്ലാവർക്കും ഈ ബുദ്ധിയുടെ വളർച്ചയും വികാസവും വേണ്ടതുപോലെ ആവാൻ ഉള്ളൊരു പ്രധാന സങ്കല്പമാണ് ആ ക്ഷേത്രത്തിൽ. അവിടെ വന്ന് ഭജിക്കുകയോ അവിടെ വഴിപാട് നടത്തുകയോ വ്രതം ഇരിക്കുകയോ ഒക്കെ ചെയ്താൽ ഈ രോഗങ്ങളൊക്കെ മാറും. ആദ്യകാലത്ത് ചില വിഷമങ്ങളൊക്കെ ഉള്ളവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായ ചില ഏർപ്പാടുകളൊക്കെ ചെയ്തു കൊടുത്തു. സ്വതവേ അങ്ങനെയൊക്കെ ചെയ്യുന്നവരല്ല ഞങ്ങൾ. ഞങ്ങളുടെ മാർഗം ഈ ജ്ഞാനമാർഗമാണ്. ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ വായിച്ച് മനുഷ്യർക്ക് വേണ്ടതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ധരിപ്പിക്കുക, ക്ലിഷ്ടമോ കഠിനമോ ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ സുഗമമാക്കി തീർക്കുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ സമ്പ്രദായം. എന്നാലും ഒരു ആപദ്ധർമ്മം എന്നുള്ള നില ചിലതൊക്കെ പറയുമല്ലോ, അതേമാതിരി നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്. പിന്നെ സന്യാസിമാരും സന്യാസനിഷ്ഠന്മാരും ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ദക്ഷിണാമൂർത്തി ഉപാസകന്മാരാണ്. അതാണ് ആ ഗ്രന്ഥക്കെട്ടും എഴുത്താണിയും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. ഒരു പാമ്പ് ഇങ്ങനെ തല പൊക്കി പിടിക്കുമ്പോൾ അതിൻ്റെ ശരീരം ഉടലിങ്ങനെ ഉയരുന്നത് മാതിരി നമ്മുടെ ബുദ്ധി നമ്മളെ ഉയർത്തണം, ഉയർത്തി അങ്ങോട്ട് കെട്ടണം. ഇതാണ് നമുക്ക് ആവശ്യം.